6 ദിവസം കൊണ്ട് വെള്ളമില്ല, കുടിക്കുന്ന വെള്ളവും ഇല്ല. അപ്പോൾ ഇന്നലെ ഇവിടെയൊക്കെ അവർ പണി ചെയ്ത് അത് ശരിയായി വരില്ല. അപ്പം നമ്മൾ ഇപ്പോൾ ആഹാരം കഴിക്കുക ഇന്നും അങ്ങനെ തന്നെ പോയി അവിടെ ഹോട്ടലിൽ വാങ്ങി പൊതി വാങ്ങി തന്നെ കളിക്കണം. ആ കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്നത്. ഇത് JCB കൊണ്ടുവന്നാണ് അവിടെ അവരെ കുളിച്ചത്. അത് നൈറ്റ് വരയ്ക്ക് അവർ ട്യൂബ് ലൈറ്റെല്ലാം ഇവിടെ ഇട്ട് കുളിച്ചത്. ആനാലും റെഡിയായില്ല. നൈറ്റ് അവർ ഇന്നലെ തീരണം പറഞ്ഞ് കൗൺസിലറും ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞ ഇന്നലെ നമ്മൾ ശരിയാക്കി തരാണ് പറഞ്ഞ് അത് ശരിയായല്ല. അവർ ജോലിയൊക്കെ ചെയ്യണേ, അത് ശരി. രാത്രി കൗൺസിലർ 12 മണിയോടെ ഉണ്ടായിരുന്നു. 12 മണി വരെ മെനക്കെട്ടി ഇക്കാത്ര കൊണ്ടുവന്ന് ഫോൺ ചെയ്ത് നോക്കി. ഇവിടെയാണ് ലീക്ക് എന്നുള്ള കാര്യം അറിഞ്ഞത്. ലീക്കാണ് പ്രശ്നം, അല്ലാതെ വാൽവ് തുറന്നു നോക്കി ഇവിടുന്ന് വെള്ളം പ്രശ്നമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അകത്തോട്ട് വെള്ളം പോകുന്നില്ല. അകത്തോട്ട് വെള്ളം പോകുന്നത് അത് കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇക്കാത്ര ഇവിടെ ഫോൺ ചെയ്യുന്നത്. അവിടെ തോന്നി വയ്ക്കണം കാര്യമില്ല. ഇവിടെയാണെന്നുള്ള ലീക്ക് എവിടെയാണെന്ന് കണ്ടുപിടിച്ചാലേ ഇതിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. തുടങ്ങിയിട്ട് 5 ദിവസം, ഇത് 6 ദിവസം. അതിന് മുമ്പ് തന്നെ വെള്ളത്തിന് ഫോഴ്സ് ഇല്ല അല്ലേ? ഫോഴ്സ് അവിടെ പോയിട്ട് സ്റ്റെഫിൻ തുടരുന്നുണ്ട് അവിടെ നിന്നും. സ്റ്റെഫിൻ, പ്രദേശവാസികളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇത്രയും ദിവസമായി ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നു എന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓണം വരുന്നു, അതിലേക്കായി ഓരോന്നും കൂട്ടിവെച്ച് ഓണം ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന മനുഷ്യർക്ക് ഇത്തരത്തിലൊരു വലിയ ചെലവ് കൂടി വന്നാൽ അത് താങ്ങാൻ കഴിയുന്നതല്ല അല്ലേ? തീർച്ചയായിട്ടും മൂത്തി, കാരണം ഓണക്കാലമാണ് എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. ആ ഓണക്കാലത്താണ് ഇത്തരത്തിൽ ഈ ഒരു ദുരിതം ഈ കാണുന്ന ആളുകൾക്കെല്ലാം, പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരത്തിലെ കോർപ്പറേഷനിലെ 44 വാർഡിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നം അതിഗുരുതരമായി ബാധിച്ചിരിക്കുന്നത്. ഇപ്പോഴും 7 ദിവസമാകുമ്പോഴും ഇവരുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വലിയ വീഴ്ചയായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഈ പ്രദേശത്ത് ഞാൻ നിൽക്കുന്ന പൈ റോഡിൻ്റെ ഈ ഭാഗത്ത് ഈ പൊതുറ്റാപ്പിൽ വെള്ളം എത്തുന്നുണ്ട്. പക്ഷേ ഈ കാണുന്ന വീടുകളിലേക്കൊന്നും തന്നെ വെള്ളം എത്തിയിട്ടില്ല. അതൊരു പക്ഷേ ഇവിടെ കയറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറായിരിക്കാം. അതൊക്കെ തന്നെ പരിഹരിക്കുന്നതിന് അടിയന്തരമായ ഒരു ഇടപെടലുണ്ടായില്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് അവർ പോകും. നേരത്തെ നമ്മോട് സംസാരിച്ച ആ ചേട്ടൻ പറഞ്ഞു, ഭക്ഷണം വാങ്ങി കഴിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. വീട്ടിൽ പാചകം ചെയ്ത് കഴിക്കാൻ പറ്റുന്നില്ല, അവരുടെ ദിവസേനയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലാണ് യഥാർത്ഥ ഈ കാണുന്ന പ്രദേശത്തല്ല. ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ ഒരു ബുദ്ധിമുട്ടാണോ ഇവിടെ? റോഡ് അത് പൈപ്പ് കുഴിച്ചതാണ്, അതിനുശേഷം ആ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. വണ്ടി സഞ്ചാരയോഗ്യം അല്ലാത്തൊരവസ്ഥയായി. അല്ല, അതല്ല, ഈ റോഡ് പണി പൈപ്പ് ഇടാൻ വേണ്ടി പണിഞ്ഞതോടുകൂടിയാണ് ഇവിടുത്തെ ഈ ഫോഴ്സ് ഒക്കെ കുറഞ്ഞത്. ഫോഴ്സ് കുറഞ്ഞു. മാർച്ചിലാണ് ഈ റോഡ് പണി തുടങ്ങിയത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കേന്ദ്ര ഗവൺമെൻറ് സ്പോൺസർഡ് സ്കീമാണ്. പക്ഷെ അവരത് ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ കുഴിച്ചിട്ട് പൈപ്പ് ഇട്ടിട്ട് പോയതല്ലാതെ വേറെ ഒരു സംവിധാനം, ഇത് ടാർ ചെയ്ത് തരേണ്ടതാണ്. ഇപ്പം ഞങ്ങൾ വണ്ടി എടുക്കുമ്പോൾ വണ്ടി സ്കിഡ് ചെയ്ത് പോകുന്നു, മുകളിലോട്ട് കയറുന്നില്ല. അവസാനം ഞങ്ങൾ കുറച്ച് പേര് എല്ലാവരും കൂടെ ചേർന്ന് പൈസ ഇട്ടാണ് ആ മുകളിലത്തെ അത്രയും സ്ഥലം കോൺക്രീറ്റ് ചെയ്തത്. അതുപോലെ അവർക്ക് ചെയ്യാനായിട്ട് ഇന്ന് ചോദിക്കുമ്പോൾ പറയും ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്നുള്ള മറുപടിയാണ് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്നത്. അവർ യാതൊരു രീതിയിലും ഒരു സഹായവും ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ വെള്ളം കിട്ടാത്തതിന് ഇവിടെ ടാങ്കർ കൊണ്ടുവരുന്ന അങ്ങനെ വെള്ളമൊക്കെ കൊണ്ടു തന്നിരുന്നു. എന്താണ് 7 ദിവസം മൊത്തത്തിൽ വെള്ളം ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ പലയിടത്തും പരാതിപ്പെട്ടതിൻ്റെ പേരിൽ ഇന്നലെ 7ാമത്തെ ദിവസമായ ഇന്നലെ 3:30 മണിക്ക് ശേഷം ഒരു ചെറിയ ടാങ്കറിൽ ഒരു 200 ലിറ്ററിനകത്ത് വെള്ളം കൊണ്ടുവന്ന് അത് ആർക്കൊക്കെ കൊടുത്ത് ആർക്കൊക്കെ കിട്ടിയില്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതുവരെ ആരും വന്നിട്ടില്ല, ആരും അന്വേഷിച്ചിട്ടില്ല. ഏകദേശം എത്ര വീടുണ്ട് ഈ പ്രദേശത്ത് ഇനി വെള്ളം കിട്ടാനൊക്കെ ആയിട്ട്? 35 വീടിന് മുകളിലേക്കുണ്ട്. ഇനി കുറച്ച് താഴെ വീടുകളിൽ മാത്രം കിട്ടിയിട്ടുണ്ട് വെള്ളം. ബാക്കിയുള്ള എല്ലാം ക്ലോസ്ഡായി. കുട്ടികളും ഒക്കെ വലിയ ആൾക്കാരൊക്കെ താമസിക്കുന്ന വീടുകളാണ്. വളരെ കഷ്ടത്തിൽ തന്നെയാണ് കുറേ ദിവസമായിട്ട്.